ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മാംഗ്ലൂർ സ്റ്റൈലിലെ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെയൊക്കെ ഇതിന് സന്നാസ് എന്നും പറയും, മാംഗ്ലൂർ ഇഡ്ഡലി എന്നും പറയും. നല്ല സ്പോഞ്ച് പോലത്തെ ഒരു ഇഡ്ഡലിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഇഡ്ഡലി ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വായി വെച്ച് അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. മാംഗ്ലൂരിലൊക്കെ ഇത് വളരെ ഫേമസ് ആണ്. പന്നിയിറച്ചി കറിയുടെ കൂടെയാണ് സാധാരണ ഇത് സെർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവിയുടെ കൂടെയും. നമുക്ക് നല്ല അടിപൊളി ചമ്മന്തിയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുക്കുന്നത്. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി. ഞാനിപ്പം 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 കപ്പ് റേഷൻ അരി കൂടെ നമ്മൾ എടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി കിട്ടാനായിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെളുത്ത അരിയില്ലേ, അത് 1 കപ്പും കൂടെ ഇതിലേക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് അധികം ഉഴുന്ന് നമ്മൾ ചേർക്കുന്നില്ല. ഇതുപോലെ 1 സ്പൂണിന് 2 സ്പൂണ് ഉഴുന്ന് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകണം. കഴുകിയിട്ട് 5 തൊട്ട് 6 മണിക്കൂർ വരെ നമ്മൾ ഇതിനെ കുതിർക്കാനിടണം. അപ്പോൾ കുതിർക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് വേണം നമ്മൾ കുതിർക്കാനായിട്ട് ഇടാൻ. ഇപ്പം ഞാനിവിടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഒഴിച്ച് ഈ അരി നമ്മളിപ്പം കുതിരാനായിട്ട് വെക്കുവാണേ. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 5 മണിക്കൂറായി. അരിയും ഉഴുന്നുമൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. മിക്സിക്കകത്ത് അരയ്ക്കാം, ഇല്ലെങ്കിൽ ഗ്രൈൻഡറിൻ്റെ അകത്ത്. ഞാനിപ്പം ഗ്രൈൻഡറിൻ്റെ അകത്താണ് അരയ്ക്കുന്നത്. നല്ല നൈസായിട്ട് അരയ്ക്കണം. മിക്സിക്കകത്താണ് നിങ്ങൾ അരയ്ക്കുന്നതെങ്കിൽ കുറച്ച് തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണെങ്കിൽ മിക്സി പെട്ടെന്ന് ചൂടാവത്തില്ല. ഞാനിപ്പോൾ ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന കാരണം കുഴപ്പമില്ല. നല്ല നൈസായിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരയ്ക്കണം. ഇത് ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കള്ളാണ്. കള്ള് ചേർക്കണം. കുറച്ച് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് കള്ള് ചേർക്കുക. ഇതിപ്പം ഞാൻ കള്ളല്ല, ഇത് രാവിലെ 1 തേങ്ങാ വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും 1/2 സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് വെച്ചിരുന്നായിരുന്നു. ഇല്ലെങ്കിൽ ഈസ്റ്റ് ഒരു 1/2 സ്പൂണ് ഈസ്റ്റ് മാത്രം ചേർത്താലും മതി. കള്ളുണ്ടെങ്കിൽ കള്ളൊഴിക്കാം, ഇല്ലെങ്കിൽ തേങ്ങാ വെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് വെച്ചതായാലും പറ്റും. ഇപ്പോൾ അരിയൊക്കെ നല്ല ഫൈനായിട്ട് അരഞ്ഞു. ഇനി ഞാൻ ഈ മാവ് ഒരു മൺകലത്തിലേക്കാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. മൺകലത്തിൽ എടുത്ത് വെച്ചാൽ മാവ് ഇച്ചിരി വെള്ളം കൂടിയാലും ആ വെള്ളം നല്ല കട്ടിയായി കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാവ് നന്നായിട്ട് പുളിക്കാനും ഈ മൺകലത്തിൽ നല്ലതാണ്. അപ്പം നമ്മുടെ ഗ്രൈൻഡറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഈ മാവ് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രാത്രിയിൽ ഇപ്പോൾ മാവ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഉപ്പും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെക്കാൻ. അപ്പം നമ്മുടെ മാവിന് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് പുളിച്ചും കിട്ടും. അപ്പം ഈ നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ രാത്രിയിൽ തന്നെ ഇതുപോലെ അരിയൊക്കെ അരച്ച് മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. രാവിലെ ആയപ്പം മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. 7 തൊട്ട് 8 മണിക്കൂർ വേണ്ടി വരും മാവ് നന്നായിട്ട് പുളിക്കാനായിട്ട്. അപ്പം ഞാൻ രാത്രിയിലായിരുന്നു അരച്ച് വെച്ചിരുന്നത്. രാവിലെ ആയപ്പോൾ മാവെല്ലാം നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി ഇതുപോലെ മാവൊക്കെ കണ്ടോ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ തവി ഇട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാവ് എത്രത്തോളം പുളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഈ രാവിലെ നമ്മളിത് മിക്സ് ചെയ്യുമ്പം ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. മിക്സ് ചെയ്ത അപ്പം തന്നെ നമ്മൾ
ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കരുത്. ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മൾ കവർ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കവർ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം, ഇതുപോലത്തെ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രത്തിലൊക്കെ എണ്ണയൊക്കെ തൂത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ എണ്ണയെല്ലാം തൂത്ത് എല്ലാ പാത്രവും റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാവെടുത്ത് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പം നമ്മൾ ഫുള്ള് ഒഴിക്കരുത്, ഒരു 1/4 ഭാഗം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഒത്തിരി പൊന്തി പുറത്തേക്കൊക്കെ ചാടിപ്പോവും. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇതുപോലെ മാവെല്ലാം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രമോ ഒരു സ്റ്റീമറോ വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാത്രം വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മളിതുപോലെ ഇഡ്ഡലി പാത്രം എടുത്ത് ഈ സ്റ്റീമറിലേക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മളിത് വേവിക്കണം. 20 മിനിറ്റ് കവർ ചെയ്ത് 20 മിനിറ്റ് വെന്താലാണ് നന്നായിട്ട് ഉള്ളിലേക്ക് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ കവർ ചെയ്ത് ഇഡ്ഡലിയൊക്കെ വേകാൻ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഇത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ. ഇത് കണ്ടോ. ഇനി നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പം ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ എടുക്കരുത്. ഒരു 10 മിനിറ്റ് നമ്മളിത് ആറാനായിട്ട് വെക്കണം. നന്നായിട്ട് ചൂടൊക്കെ ആറിക്കഴിയുമ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ നിന്ന് ഇത് കണ്ടോ, ഒരു സ്പൂണോ അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. നമ്മളുടെ ഇഡ്ഡലി കണ്ടോ എത്ര സൂപ്പറായിട്ടുണ്ട്. സന്നാസ്, മാംഗ്ലൂർ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നതിന് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. ഒറ്റ പ്രാവശ്യങ്ങളിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നമ്മളിപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ മാംഗ്ലൂർ ഇഡ്ഡലി സന്നാസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അതേ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം. പന്നിയിറച്ചി കറിയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.